ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈശോ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത്, ഈശോ പറഞ്ഞു തന്നൊരു കാര്യം, ഈശോ സമാധാന രാജാവാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും സമാധാനം ഉണ്ടാകാൻ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സമാധാനം കിട്ടാൻ വേണ്ടിയാണ് കർത്താവ് കാലിത്തൊഴുത്തിൽ ജനിച്ചത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടിയാണ് ഈശോ ചമ്മട്ടിയടി ഏറ്റത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സമാധാനം കിട്ടാൻ വേണ്ടിയാണ് ഈശോ മുൾക്കിരീടം ധരിച്ചത്. എനിക്കും നിങ്ങൾക്കും വേണ്ടി പകരക്കാരനായിട്ട് ചുമന്ന മേലങ്കി ധരിച്ച് പ്രഹരിക്കപ്പെട്ടത് നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടിയാണ്. അവനെ ക്രൂശിക്കുക എന്ന ആക്രോശങ്ങളും അതുപോലെ തന്നെ കുരിശിൽ പെടഞ്ഞു മരിച്ചത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടിയാണ്. വചനം നോക്ക്, ഇപ്രകാരം നമ്മെ ഓർപ്പിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 27 വാക്യം. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ഒരു മനുഷ്യന് ശാരീരികമായും മാനസികമായും ആത്മീയമായും സമഗ്ര വിമോചനം, സമഗ്രമായുള്ള സമാധാനം, പൂർണ്ണ സമാധാനം നൽകുവാൻ കഴിയുള്ള ഒരൊറ്റ ദൈവമേ ഉള്ളൂ, യേശുക്രിസ്തു. ഞാർക്കയുടെ പല ജീവിതം നമ്മുടെ പത്രോസ്ലീഗയുടെ 1-ാം ലേഖനം 1-ാം അധ്യായം 19 വാക്യം, 18-19 വാക്യത്തിൽ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേത് പോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. ഒരു രാജാവ്, നമ്മൾ ചിന്തിച്ചു നോക്കിയ, സാധാരണ ഒരു രാജാവ് എങ്ങനെയാ പ്രജകളെ സ്നേഹിക്കുന്നത്? നന്മ ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ പല കാര്യങ്ങളും പ്രജകൾക്ക് പല നന്മകൾ ചെയ്തുകൊണ്ട്. നമ്മൾ ഭരണാധികാരി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഭരണാധികാരി എങ്ങനെയാണ് പലതരത്തിലുള്ള നന്മകൾ ചെയ്തുകൊണ്ടാണ് അവർ പ്രജകളെ സ്നേഹിക്കുക. അവരുടെ ആവശ്യം എന്തെന്ന് കണ്ടറിഞ്ഞ്, അതുപോലെ അപ്പം അങ്ങനത്തെ ഒരു രാജാവിനെ നല്ല രാജാവ് എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത്. ചിന്തിച്ചു നോക്കിയ കർത്താവിൻ്റെ കാര്യം. സ്വന്തം രക്തം ഊറ്റി തന്ന് തൻ്റെ മക്കളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി കുരിശിൽ പടഞ്ഞ കർത്താവിനേക്കാൾ ഉപരിയായി വേറെ ഏത് രാജാവാണുള്ളത്? എനിക്ക് നിങ്ങൾക്കും സമാധാനം ഉണ്ടാകാൻ വേണ്ടി അവസാന തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന രാജാവായ ദൈവം, രാജാക്കന്മാരുടെ രാജാവ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19-ാം വാക്യം, 20, 21, 20, 26 ഇവിടെ എല്ലാം കർത്താവ് സമാധാനം ആശംസിക്കുന്നുണ്ട്. ഈശോയുടെ ജനനം തന്നെ ശ്രദ്ധിച്ചു വയ്ക്കുക. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനവും പ്രത്യാശയും. ഇന്ന് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് സമാധാനമില്ലാത്ത ഒരവസ്ഥയാണ്. ബാക്കിയെല്ലാം ഉണ്ട്, സമാധാനമില്ല. യേശുക്രിസ്തു നിന്റെ ജീവിതത്തിലുണ്ടോ, അവിടെ സമാധാനമുണ്ട്. ഏതൊക്കെ അവസ്ഥകളും നീ കടന്നുപോയി, ഈശോ നിന്റെ കൂടെയുണ്ടോ, ഈശോ നിന്റെ വീട്ടിലുണ്ടോ, ഈശോ നിന്റെ വ്യക്തിപര ജീവിതത്തിലുണ്ടോ, അവിടെ സമാധാനമുണ്ട്. ഇവർക്കാണ് എൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം ഓർക്കുകയാണ്. ഞാൻ ഒരു ധ്യാന കേന്ദ്രത്തിലായിരിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ മാനസികമായിട്ട് ചില അസ്വസ്ഥതകൾ വരുമ്പോൾ എന്താ കാരണം എന്ന് അറിയുന്നില്ല. നമുക്കറിയില്ല, നമ്മുടെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ ജീവിതത്തിലെ യാത്രകളിൽ, നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് ഏൽപ്പിക്കപ്പെട്ട ചില മുറിവുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് പിന്നീടുള്ള ജീവിതത്തിൽ നമ്മളെ ബാധിക്കും. അപ്പം ഞാൻ അങ്ങനെ ധ്യാനത്തിലായിരിക്കുമ്പോൾ അച്ഛൻ വിളിച്ചു പറയുന്നുണ്ട്, ഈശോയുടെ തിരുരക്തം മഴ പോലെ പെയ്യുന്നത് പലർക്കും അനുഭവവേദ്യമാകുന്നുണ്ട്, കിട്ടുന്നുണ്ടെന്ന്. അപ്പം എൻ്റെ ശരീരത്തിലേക്ക് ഈ മഴ പോലെ തുള്ളികൾ വീഴുന്ന ഒരു അനുഭവം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ വിചാരിച്ചു, അച്ഛൻ ഈ അടുത്തുകൂടെ വന്ന് കന്നാവെള്ളം തെളിക്കുന്നതായിരിക്കും, വെഞ്ചിരിച്ച വെള്ളം തെളിച്ചിട്ടായിരിക്കും. അതുകൊണ്ട് അപ്പം ഞാൻ കണ്ണു വന്ന് നോക്കിയപ്പോൾ അച്ഛൻ സ്റ്റേജിൽ നിന്ന് ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേ, തിരുരക്തം നിങ്ങളുടെ ശരീരത്തിൽ മഴ പോലെ ഈശോ വർഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്. ഈ മഴത്തുള്ളി വീഴുന്ന അനുഭവത്തിന് ശേഷം എൻ്റെ മാനസികമായിട്ടുള്ള ചില മേഖലകളിൽ കർത്താവ് എന്നെ തൊട്ട് സുഖപ്പെടുത്തിയവർക്കാണ്. ഒരു മനുഷ്യന് മാനസികമായിട്ടും ശാരീരികമായിട്ടും അവർക്കാണ് ഒരു ജീവിതത്തിൽ ഒരു ഭയത്തിന് ഞാൻ അടിമപ്പെട്ടപ്പോൾ ഈശോയുടെ മുമ്പിൽ, തിരുവോസ്തിയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് തന്നെ നേരിട്ട് വന്ന് തൊട്ട് സുഖപ്പെടുത്തിയ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഒരു മനുഷ്യൻ്റെ ശാരീരിക, മാനസിക, ആത്മീയ മേഖലകളിൽ തൊട്ട് സുഖപ്പെടുത്താനും സമാധാനം തരാൻ കഴിവുള്ള ഒരേ ഒരു ദൈവമുള്ള യേശുക്രിസ്തു. പല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈശോ ഒരു ഉദാഹരണം പറഞ്ഞ്, ഞാൻ ഒരിക്കൽ ഒരു വണ്ടി വാങ്ങാൻ ആഗ്രഹിച്ചു.
വണ്ടി വാങ്ങാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥയിലല്ല, നമ്മളായിരിക്കുന്ന സ്ഥാപനത്തിൻ്റെ ആവശ്യത്തിന് ഒരു വണ്ടി വാങ്ങാൻ. അപ്പോൾ നമുക്ക് അസ്വസ്ഥതകളാണ്, ഇതെന്താ ഇങ്ങനെ ചെയ്യണം. നമുക്ക് വണ്ടിയെക്കുറിച്ച് വലിയ വിവരമൊന്നുമില്ല, നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലാണ്ട് വണ്ടിയിൽ കയറിയിരുന്നിട്ടുണ്ട്, അല്ലാണ്ട് അതിൻ്റെ ടെക്നിക്കൽ സൈഡൊന്നും നമുക്കറിയില്ല. പക്ഷെ എല്ലാം കർത്താവിന് അറിയാമല്ലോ. ആരാധനയുടെ മുമ്പിൽ പോയിരുന്നപ്പോൾ ഈശോ വണ്ടിയുടെ കളറ്, എവിടെ പോയി വാങ്ങണം, അത് ഇന്ന ആൾ ഇപ്പോൾ ഇത്രയും പൈസ കൊടുത്താൽ മതി, ഇതാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്നു. എൻ്റെ അസ്വസ്ഥത അതോടെ വിട്ടുപോയി. ഞാൻ കൃത്യമായിട്ട് ഈശോ പറഞ്ഞ മാതിരി ആ സ്ഥലത്ത് നോക്കിയപ്പോൾ ആ വണ്ടി അവിടെ ഉണ്ട്, അതേ കളറ് അതേ പൈസയ്ക്ക് ഈശോ വണ്ടി അറേഞ്ച് ചെയ്തു തന്നു. അപ്പോൾ ജീവിതത്തിൽ എന്തെല്ലാം സാഹചര്യങ്ങളോട് നീ കടന്നു പോയാലും നിനക്ക് തീരുമാനം എടുക്കാനും ആലോചന ചോദിക്കാനും നിന്റെ കൂടെ നടക്കാനും നിന്റെ ജീവിതത്തെ സമാധാനമായിട്ട് കൂടെയുള്ള ഒരു ദൈവമുണ്ടെന്ന്. സങ്കീർത്തനം 85:8 കർത്താവായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും, അവിടുന്ന് തൻ്റെ ജനത്തിന് സമാധാനം അരുളും, ഹൃദയപൂർവം തന്നിലേക്ക് തിരിയുന്ന വിശുദ്ധർക്ക് തന്നെ. അതിനെ ശ്രദ്ധിച്ച് കേൾക്കാം. സങ്കീർത്തനം 85:8 കർത്താവായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും, അവിടുന്ന് തൻ്റെ ജനത്തിന് സമാധാനം അരുളും, ഹൃദയപൂർവം തന്നിലേക്ക് തിരിയുന്ന വിശുദ്ധർക്ക് തന്നെ. ഇവിടെ ദൈവജനമേ, സമാധാനം ഇല്ലാത്ത അവസ്ഥകളുണ്ടെങ്കിൽ ഇതിന് കാരണം കൂടി നമ്മളൊന്ന് കണ്ടെത്തണം. ഞാൻ ഓർക്കണ ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്നത്, ജീവിതത്തിൽ എപ്പോഴും അസ്വസ്ഥത, അയാൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, പിന്നെ എന്ത് ചെയ്താലും ഉയർച്ചകളില്ല, അങ്ങനെ ഒരു അസ്വസ്ഥയായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ഈശോ ഒരു ലാപ്ടോപ്പ് കാണിച്ചു തരാം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ലാപ്ടോപ്പിൽ ചെയ്യുന്ന പരിപാടികളില്ലേ, അത് ഈശോയ്ക്ക് ഇഷ്ടമില്ല. അപ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി, അദ്ദേഹത്തിൻ്റെ ആ ഒരു മേഖലയിൽ, തിന്മയുടെ മേഖലയ്ക്ക് മനസ്സിലായി. അദ്ദേഹം അത് വേണ്ടെന്ന് വെച്ചപ്പോഴേ പിന്നെ അങ്ങോട്ട് ഉയർച്ച കൊടുക്കായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സമാധാനം നിറഞ്ഞൊരു ജീവിതമായിരുന്നു. ഒരു അനാവശ്യമായിട്ടുള്ള സ്വത്തൊക്കെ പിടിച്ചു വെച്ചിട്ട് നിറയെ അസ്വസ്ഥതകൾ ഉണ്ടായ ഒരു മകൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സമാധാനം ഇല്ലാത്ത അവസ്ഥയിൽ വന്ന് പ്രാർത്ഥിച്ച കാര്യം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ എന്ത് ചെയ്താലും ഉയർച്ചയില്ല, എന്താ കാര്യം എന്ന് മനസ്സിലാവുന്നില്ല. ഞങ്ങളിരുന്ന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴേ കർത്താവ് പറഞ്ഞു, ഇന്ന സ്വത്ത് നിനക്ക് അർഹതപ്പെട്ടതല്ല, അത് മറ്റുള്ളവരുടെ സ്വത്ത് നീ ഏറ്റവും ചെറിയ വിലക്കെടുത്ത് അവരെ വേദനിപ്പിച്ച് നീ കൈവശപ്പെടുത്തിയ അത് നിന്റെ കയ്യിൽ കർത്താവ് ആഗ്രഹിക്കാത്ത ഒരു സമ്പത്താണെന്ന് പറഞ്ഞു. കൃത്യമായിട്ട് അത് വെളിപ്പെടുത്തി തന്നോണം തന്നെ അത് ഡിസ്പോസ് ചെയ്ത ശേഷം ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ സമാധാനം നിറഞ്ഞു നിന്ന ഒരു ജീവിതമായിരുന്നു. പിന്നെ എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ ഇടപെടൽ പോലെ തന്നെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും ഉയർച്ച കർത്താവ് കൊടുത്തുകൊണ്ടിരുന്നു. മറ്റൊരു സംഭവം ഞാൻ ഓർക്കുകയാണ്, ഒരു ഇതുപോലെ തന്നെ ഒരു വീട്ടിൽ അവർക്ക് മകൻ മദ്യം കുടിക്കും, അപ്പൻ കടബാധ്യത കൊണ്ട് അസ്വസ്ഥമായിട്ടുള്ള അവസ്ഥ, വീട് മുഴുവൻ അസ്വസ്ഥതകൾ. പക്ഷേ അത് കുറച്ചു നേരം അവരായിട്ട് ഇരുന്ന് സംസാരിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് കൃത്യമായിട്ട് ഈശോയ്ക്ക് ദൈവകൃപ തടസ്സപ്പെടുത്തുന്ന മേഖലകളൊക്കെ ഈശോ കാണിച്ചു തന്നു. അത് കൃത്യമായിട്ട് അവർ വിശുദ്ധ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് അതിനേക്ക് ഉപേക്ഷിച്ച വഴി കർത്താവിൻ്റെ സമാധാനം ആ വീട്ടിലേക്ക് കടന്നു വന്നു. അത് കർത്താവ് വചനം ഓർപ്പിക്കുന്ന സങ്കീർത്തനം 85:8 കർത്താവായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും, അവിടുന്ന് തൻ്റെ ജനത്തിന് സമാധാനം അരുളും, ഹൃദയപൂർവം തന്നിലേക്ക് തിരിയുന്ന വിശുദ്ധർക്ക് തന്നെ. ഹൃദയപൂർവം തന്നിലേക്ക് തിരിയുന്ന വിശുദ്ധർക്ക് മാത്രമേ കർത്താവ് തരുന്ന സമാധാനം അനുഭവിക്കാൻ പറ്റുള്ളൂ. ഈശോ തരുന്ന സമാധാനം അനുഭവിക്കണമെങ്കിൽ ഹൃദയപൂർവം ഈശോയിലേക്ക് തിരിയുന്ന വിശുദ്ധമായ ജീവിതം നയിക്കുന്നവർക്ക്, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഈ സമാധാനം ദൈവം തരും. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ചിന്തിച്ചു നോക്കിയ കർത്താവിൻ്റെ ഒരു സ്നേഹം ആലോചിക്കുക. നമുക്ക് സമാധാനം കിട്ടാൻ വേണ്ടി എത്രമാത്രം ചെറുതാവണം, അത്രമാത്രം ചെറുതായ കർത്താവ്. നമുക്ക് സമാധാനം കിട്ടാൻ വേണ്ടി, തൻ്റെ മക്കൾ സമാധാനം അനുഭവിക്കാൻ വേണ്ടി കാലിത്തൊഴുത്ത് ജനിച്ച എന്തുമാത്രം ഒന്ന് ആലോചിക്കുക. അത്രയും എളിയവനായിട്ട് എന്തൊക്കെയാ സാധാരണ രാജാക്കന്മാർ വലിയ പ്രൗഢിയേറിയ സിംഹാസനത്തിലൊക്കെ ഇന്ന് രഥത്തിലൊക്കെ ഇന്ന് യാത്ര. പക്ഷെ നമ്മുടെ കർത്താവ് എന്താ ചെയ്ത് കഴുതപ്പുറത്ത് എനിക്ക് സമാധാനം, എനിക്ക് നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ വേണ്ടി അത്രയും കർത്താവ് തൻ്റെ മക്കളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി എത്രത്തോളം ചെറുതാവാൻ പറ്റുമോ അത്രത്തോളം ചെറുതായെങ്കിൽ ശുക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, എൻ്റെ മക്കള് സന്തോഷമായിട്ട് നടക്കണം, സമാധാനമുള്ള ജീവിതമായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ദൈവം. പ്രഭാഷകന്റെ പുസ്തകം 47-ാം അധ്യായം 13-ാം വാക്യം, സോളമന്റെ ഭരണകാലം സമാധാനപൂർണമായിരുന്നു, ദൈവം അവന് എല്ലായിടത്തും സമാധാനം നൽകി, അവിടുത്തെ നാമത്തിൽ അവൻ ഒരു ആലയം നിർമ്മിച്ചു, എന്നും നിലനിൽക്കുന്ന ഒരു വിശുദ്ധ സ്ഥലം ഒരുക്കി. സോളമന്റെ ഭരണകാലം സമാധാനപൂർണമായിരുന്നു.
സോളമൻ നമുക്കറിയാം ജെറുസലേം ദേവാലയം പണിത രാജാവായിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എൻ്റെയും നിങ്ങളുടെയും ശരീരവും മനസ്സും ആത്മാവുമാകുന്ന ദേവാലയം യേശുവിനെ കൊണ്ട് നിറഞ്ഞതാണെങ്കിൽ സമാധാനം എൻ്റെയും നിങ്ങളുടെയും സമാധാനം ജീവിതത്തിൽ ഉണ്ടായിരിക്കും. അല്ലാത്ത അവസ്ഥകൾ വരുമ്പോൾ ഈശോയുടെ സമാധാനം ജീവിതത്തിൽ അനുഭവപ്പെടാതെ വരുമ്പോഴാണ് പല വ്യക്തികളും ആത്മഹത്യാ ശ്രമത്തിലേക്ക്, അതുപോലെ ആരും ഇല്ലാത്ത ഒരു ഡിപ്രഷൻ അവസ്ഥയിലേക്ക് ഈ കാലഘട്ടത്തിൽ ഒരു ഏകാന്തതയും അസ്വസ്ഥതയും കാണുന്നത്. ഇവർക്കാണ് ചേച്ചി ഇങ്ങനെ മനസ്സിൽ അസ്വസ്ഥമായിട്ട് അവരുടെ ജീവിതത്തിൽ കുറേ, അതായത് പെട്ടെന്നുള്ള മരണങ്ങളൊക്കെ അസ്വസ്ഥപ്പെടുത്തിയിട്ട് അവരിങ്ങനെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അവർ രാത്രി കിടന്നുറങ്ങുമ്പോൾ അവരുടെ വിചാരം തനിയാണ്, നമ്മൾ ആരും ഇല്ലാത്തൊരവസ്ഥയുണ്ട്, മക്കളൊക്കെ അകലെയാണ്, പിന്നെ തനിച്ചുള്ളൂ, ഭർത്താവ് പെട്ടെന്ന് മരിച്ചു. അങ്ങനത്തെ അവസ്ഥയിൽ ഒരു ഡിപ്രഷൻ അവസ്ഥയിൽ ഇങ്ങനെ ചേച്ചി പ്രാർത്ഥിക്കാൻ വന്നേക്കാം, എനിക്ക് ആരും ഇല്ല എന്നുള്ളത്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ രാത്രി കിടക്കുന്ന ബെഡ്ഷീറ്റിൻ്റെ ആ ഡിസൈൻ അടക്കം കർത്താവ് കാണിച്ചു തരാം. കർത്താവ് പറയുന്നത് ഇങ്ങനെ ഒരു പാട്ട് വന്നു, ഞാൻ ഉറങ്ങാനായി താരാട്ടു പാടുന്ന ദൈവം എന്ന് പറഞ്ഞിട്ട് ഈശോ ഞാൻ ആ വീട്ടിൽ പോയിട്ട് ആ ബെഡ്ഷീറ്റ് ഒന്നും കണ്ടിട്ടില്ല, പക്ഷെ ആ ബെഡ്ഷീറ്റിൻ്റെ കളർ, ഡിസൈനിൻ്റെ കളറൊക്കെ ഈശോ കാണിച്ചു തരാം. എന്നോട് പറഞ്ഞു ഞാൻ അവിടെ ഇരിക്കുന്നുണ്ടെന്ന് ആ ചേച്ചിയോട് പറയാൻ പറഞ്ഞു. ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി കിടക്കുമ്പോഴേക്കും ഒരു വശം ഭയങ്കര വേദനയല്ലേ, അപ്പോൾ കിടക്കുമ്പോൾ കുറച്ച് ഈ വേദന മാറാൻ വേണ്ടിയിട്ടുള്ള മെഡിസിനൊക്കെ എടുത്തിട്ടല്ലേ ചേച്ചി കിടക്കണം. അപ്പോൾ എന്നോട് ആ ചേച്ചി പറഞ്ഞു, സിസ്റ്റർക്ക് അത് എങ്ങനെയാണ് മനസ്സിലായി? ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായതല്ല, ഈശോയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. ഈശോയ്ക്ക് ഇഷ്ടമാണ് ചേച്ചീനെ. ഈശോ ചേച്ചിയുടെ ജീവിതത്തിൽ സമാധാനം തരാൻ ആഗ്രഹിക്കുന്നു. ഈശോ സമാധാന രാജാവ്, ഈശോ കൈവിടില്ല എന്നേ. അപ്പോൾ അത് അങ്ങനെ ആ ബോധ്യം വന്നതോടുകൂടി ആ ചേച്ചിയുടെ മാനസിക അവസ്ഥയ്ക്ക് കർത്താവ് സുഖപ്പെടുത്തിയതായിട്ട് ഒരു മനുഷ്യൻ്റെ ശാരീരിക, മാനസിക, ആത്മീയ മേഖലയിൽ മറ്റൊരു സംഭവം കർത്താവ് ഓർമ്മിപ്പിക്കാം. ഒരു കുഞ്ഞ് ജീവിതത്തിൽ ചെയ്യാൻ പറ്റാവുന്ന എല്ലാ തെറ്റുകളും ചെയ്തിട്ട് അവന് അസ്വസ്ഥമായിട്ട് മനസ്സസ്വസ്ഥമായിട്ട് വന്നിരുന്നു. ഞാനവനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അക്രൈസ്തവമാന, അപ്പം ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം കൂദാശകളുണ്ട്. നമുക്ക് വിശുദ്ധ കുമ്പസാരത്തിൽ മനസ്സ് തുറന്നൊന്ന് കരഞ്ഞ് കുമ്പസാരിച്ച് തന്നെ കർത്താവ് അവിടെ വിടുതൽ തരും. ഇവരെ സംബന്ധിച്ച്, അക്രൈസ്തവരെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു ആനുകൂല്യം കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരത് ഓർക്കുമ്പോൾ ഏറ്റവും വലിയ കരുണയുടെ കൂടാരം നമ്മുടെ മുമ്പിൽ സഭ തുറന്നു വച്ചിരിക്കാം. നമ്മളത് ഏറ്റവും നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥകളിലൊക്കെ ഒന്ന് തുറന്ന് കുമ്പസാരിച്ച കർത്താവ് അവിടെ സൗഖ്യപ്പെടുത്തുന്ന അനുഭവം ഒരുപാട് എനിക്ക് നിങ്ങൾക്കുണ്ട്. ഇതില്ലാതെ ഇരിക്കുന്ന എത്രയോ മക്കളുണ്ട്. ഈ കുഞ്ഞ് പല വിധത്തിലൊക്കെ തെറ്റ് ചെയ്തിട്ട്, ചെയ്യാവുന്ന എല്ലാ തെറ്റുകളും ഏകദേശം ചെയ്തിട്ട് വന്നിരിക്കുക, സമാധാനമില്ല, ഇനി ജീവിച്ചിരിക്കേണ്ട എന്നുള്ളൊരവസ്ഥയിലും അവനെ കൂട്ടിയിട്ട് അവരുടെ പേരൻസ് വന്നിരിക്കാം. ഞാൻ അവനോട് പറഞ്ഞു, ഈശോയിൽ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ പഠിച്ചു വയ്ക്കും കോൺവെൻറ്റിലെ സിസ്റ്റർ, അവിടെ ആരാധന നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ആ വെളുത്ത അപ്പമായിട്ട് ഇരിക്കുന്നത് ഈശോയാണ്, അത് തിരുവോസ്തിയാണ്, ഈശോയാണ് ഇരിക്കുന്നത്, നീ അവിടെ ചെന്ന് എൻ്റെ എല്ലാ സങ്കടങ്ങളും കുറച്ച് നേരം ഇന്ന് പറയാൻ പറഞ്ഞു. അവൻ അവിടെ ചെന്നിരുന്ന് 1 മണിക്കൂറോളം അവൻ ആരാധനയിലിരുന്നു. തിരിച്ചു വന്നപ്പോൾ അവനോട് പറഞ്ഞു, ശരീരം മുഴുവൻ കത്തണ അവസ്ഥയായിരുന്നു സിസ്റ്റർ, മനസ്സിൻ്റെ ഭാരമെല്ലാം ഉരുകിപ്പോകുന്ന അവസ്ഥ, വളരെ ഒരു പറക്കുന്ന അവസ്ഥയിലേക്ക് ശരീരം മനസ്സും മാറിയതായിട്ട്. ഇന്ന് വലിയൊരു ജോലി ചെയ്യുന്ന വലിയൊരു ഉദ്യോഗസ്ഥനാണ്. കർത്താവിന് മാത്രമേ സമഗ്രമായ സമാധാനം തരാൻ പറ്റുള്ളൂ. സൃഷ്ടികൾക്ക് സമാധാനം കൊടുക്കാൻ പറ്റുള്ളൂ. സൃഷ്ടാവിന് മാത്രമേ സൃഷ്ടികളെ, കർത്താവ് പറയുന്നുണ്ടല്ലോ, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. മനസ്സ് സൃഷ്ടിച്ചവനെ മാനസിക സമാധാനം കൊടുക്കാൻ പറ്റുള്ളൂ. ശരീരം സൃഷ്ടിച്ചവനെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ എടുത്ത് മാറ്റാൻ പറ്റുള്ളൂ. ആത്മാവിൻ്റെ പീഡകൾ എടുത്ത് മാറ്റണമെങ്കിൽ ഈശോയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അപ്പോൾ നമുക്ക് സമാധാന രാജാവെ ക്രിസ്തു എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടോ? നമുക്ക് ചിന്തിക്കാം. ഈശോ ഈ നിയമാവർത്തന പുസ്തകം 28-1 കർത്താവ് പറയുന്നത്, സൂക്ഷ്മതയോടെ കൽപ്പനകൾ നീ അനുസരിച്ചാൽ നിൻ്റെ അപ്പക്കൊട്ട ഞാൻ നിറയ്ക്കും. സൂക്ഷ്മതയോടെ കൽപ്പനകൾ ഏറ്റവും വലിയൊരു കാര്യം. ബാഹ്യമായിട്ട് വലിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ, പക്ഷേ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തത, കർത്താവിനോടുള്ള വിശ്വസ്തത, ഈശോയോടുള്ള ബഹുമാനം, കർത്താവിനോടുള്ള ബഹുമാനം, അതാണ് ഇന്ന് ഏറ്റവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയ കാര്യങ്ങളിൽ കർത്താവിനോട് വിശ്വസം, അത് ലാഘവ ബുദ്ധിയോടുകൂടി എടുക്കുന്ന ചെറിയ കാര്യങ്ങൾ. പക്ഷെ പണ്ടത്തെ കാരണവന്മാരൊക്കെ നമ്മൾ ചിന്തിച്ചു വെക്കുകഴിഞ്ഞാൽ അത് വളരെ കണിശമായിരുന്നു. ചെറിയൊരു ഉദാഹരണം പറയാൻ, എൻ്റെ കുടുംബ പ്രാർത്ഥനയുടെ സമയത്തും കാരണവന്മാർ വളരെ കണിശമായിരുന്നു. ഇന്ന സമയത്ത് ഇത് കുടുംബ പ്രാർത്ഥന ചൊല്ലണം, ഇല്ലെങ്കിൽ അടി കിട്ടും നമുക്ക്. അപ്പം ഇന്നൊക്കെ അതൊരു ലാഘവ ബുദ്ധി, അതിൻ്റെ ആ പവിത്രത മനസ്സിലാക്കാതെ കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് ഉള്ളൊരു ചിന്തയിൽ വരുമ്പോൾ പിന്നെ അത് ഉറക്കം തൂങ്ങലിലേക്കും അതുപോലെ തന്നെ ആത്മീയ മന്ദതയിലേക്കും നീങ്ങുന്ന അവസ്ഥ. ചെറിയ കാര്യങ്ങളുള്ള വിശ്വസ്തത, സൂക്ഷ്മതയോടെ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിനുള്ള,
ഇവിടെ കാരണന്മാരൊക്കെ നോക്കി അതിരാവിലെ പള്ളിയിലേക്ക് എഴുന്നേറ്റ് കൂടും. അവർക്കറിയാം ഈ സമാധാനം കിടക്കുന്ന ഈ സക്രാരിയിലാണെന്നത്, വിശുദ്ധ കുർബാനയിലെ സമാധാനം കിടക്കുന്നത്. നമ്മുടെ കാരണന്മാരൊക്കെ വൈകുന്നേരങ്ങളിലാകുമ്പോൾ സന്ധ്യാപ്രാർത്ഥന, അതായത് കർത്താവിൻ്റെ മാലാക ചൊല്ലുന്നതിൽ, ജപമാല ചൊല്ലുന്നതിൽ വളരെ നിഷ്ഠയുള്ളവരായിരുന്നു. അവർക്ക് വലിയ വലിയ ആശയങ്ങളും വലിയ വലിയ കാര്യങ്ങളൊന്നും ഇല്ല അവരുടെ, പക്ഷേ ജപമാല ചൊല്ലാൻ അവർക്കറിയായിരുന്നു. അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെയും ചെറിയ കാര്യങ്ങൾ വിശ്വസ്തരായിട്ടുള്ള നമ്മുടെ കാരണന്മാർ അവർ ഇട്ട അടിത്തറയുമേ നമ്മളൊക്കെ നിൽക്കുന്നത്. ഈ അടിത്തറ ഏറ്റവും ബലിഷ്ഠമായി ഇട്ട കാരണം നമ്മൾ മുന്നോട്ട് പോകുന്നു. നമ്മൾ ഈ അടിത്തറയമേ നന്നായി പണിതാൽ മാത്രമേ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായാലും വലിയ കാറ്റടിച്ചാലും ഈ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുന്ന സമയത്ത് ഇത് തകർന്നു പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ അടുത്ത മക്കൾക്ക് ഈശോ മാത്രമുള്ള സമഗ്ര വിമോചകൻ എന്ന് ബോധ്യം കൊടുക്കേണ്ടതുണ്ട്. അവർക്കാണ് പല കുഞ്ഞുങ്ങളും ഈ സമാധാനത്തിന് വേണ്ടി ഒരുപക്ഷെ മൊബൈലായിരിക്കാം, ഒരുപക്ഷെ തെറ്റായ സ്നേഹബന്ധങ്ങളിലായിരിക്കാം, അങ്ങനെ ഇവർ ആശ്രയിച്ചപ്പോൾ അവസാനം ഇതിലൊന്ന് സമാധാനം കിട്ടാതെ വരുമ്പോൾ മനസ്സ് ഇടിഞ്ഞ് പല അസ്വസ്ഥതകളിലേക്ക് പോകുന്നത് ഈ ദിവസങ്ങളിലൊക്കെ എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ നല്ല കുഞ്ഞുങ്ങളാണെന്ന് വിചാരിച്ചവർ ഈ പതുക്കെ കുദാശകളിൽ നിന്നൊക്കെ അകന്നുപോയി, പതുക്കെ ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയി. നമുക്കറിയാം മുന്തിരിച്ചെടിയും ശാഖകളും, മുന്തിരിച്ചെടിയുടെ ശാഖകളുടെയും ഈശോയോട് ചേർന്ന് നിൽക്കുന്നവർ ധാരാളം ഫലം പുറപ്പെടുവിക്കും. പക്ഷെ ആദ്യം ശാഖയ്ക്ക് ഉണ്ടാവുന്നത് പെട്ടെന്ന് ഒടിഞ്ഞു പോലല്ല, പതുക്കെ ഉണങ്ങിത്തുടങ്ങും, പിന്നെ അത് ഒടിഞ്ഞു പോകും. ഈ ഉണങ്ങിത്തുടങ്ങുന്ന കർത്താവാകുന്ന ആ മുന്തിരിച്ചെടിയിൽ നിന്ന് ചേർന്ന് നിൽക്കുന്ന ശാഖകളായ നമ്മൾ പതുക്കെ ഈ പറഞ്ഞ സൂക്ഷ്മതയോടെ കൽപ്പനകൾ പാലിക്കുന്നതിൽ അല്ലെങ്കിൽ കുദാശകളോടുള്ള വിശ്വസ്തതയിൽ നിന്ന് അകന്ന് പതുക്കെ അത് വാട്ടം തുടങ്ങും, പിന്നെ ഒടിച്ചിലാകും. ഇനി ഈ ദിവസങ്ങളിലൊക്കെയും തെറ്റായ സ്നേഹബന്ധങ്ങളിലേക്ക് പെട്ട ഒരുപാട് കുഞ്ഞുങ്ങളെ അവരുടെ പതുക്കെ ഈ ദൈവിക വിശ്വാസത്തിൽ നിന്ന് അകന്ന് പോകുന്ന അവസ്ഥ, കുടുംബങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ എടുക്കുമ്പോൾ ഇതുപോലെ മാതാപിതാക്കൾ ഇത് ചേർത്ത് ഇതിനുള്ള പ്രാധാന്യം കൊടുക്കാതെ, അതായത് കർത്താവിൻ്റെ കൽപ്പനകൾക്ക് പ്രാധാന്യം കൊടുക്കാതെ മുന്നോട്ട് പോകുന്ന അവസ്ഥ, അത് കുട്ടികളെയും ബാധിക്കും. ഞാനൊക്കെയാണ് ഒരു കുഞ്ഞ് കഞ്ചാവ് അടിക്കുന്ന ഒരു കുഞ്ഞിനെ ഞാൻ പരിചയപ്പെട്ടത്. അവൻ്റെ അപ്പച്ചൻ ഞായറാഴ്ചകളിലൊക്കെ ജോലിക്ക് പോവാം, പള്ളി പോകാൻ നേരമില്ല, ഞായറാഴ്ചകൾ വിശുദ്ധ കുർബാനയ്ക്ക് നേരമില്ല പോകാനായിട്ട്, ഞായറാഴ്ചയും കൂടി അധ്വാനിച്ചിട്ടാണ് വീട് പുലർത്തുന്നത്. അതിൻ്റെ ഫലം എന്താ? മകൻ കഞ്ചാവ് അടിക്കുന്ന അവസ്ഥയിലേക്കായി. അപ്പോൾ അതുപോലെ തന്നെ ആ അപ്പച്ചൻ കാണിക്കുന്ന അതേ പാറ്റേൺ തന്നെ മക്കളും. മൂത്ത മകൻ ഞായറാഴ്ചകളിൽ സമയമുണ്ടെങ്കിൽ പോവും, അതിന് ഇത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല, സമയമുണ്ടെങ്കിൽ പള്ളി പോവും, ഇല്ലെങ്കിൽ ജോലിക്ക് പോവും. രണ്ടാമത്തെ മകൻ ഈ വക ഈ പ്രശ്നത്തിൽ പെട്ടിരിക്കുക, വീട് മുഴുവൻ അസ്വസ്ഥമായിരിക്കുക. ഈശോ ഇല്ലാത്ത ഭവനം സമാധാനമില്ലാത്ത ഭവനമായിത്തീരും. കാരണം അത്രത്തോളം നിനക്ക് വേണ്ടി വില കൊടുത്തിട്ടുണ്ട്. നിന്റെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ സമാധാനം കിട്ടാൻ വേണ്ടി അത്രത്തോളം കർത്താവ് വില കൊടുത്തിട്ടുണ്ട്. അത്രത്തോളം എളിമപ്പെട്ട് സ്വർഗത്തിൻ്റെ ദൈവം ഭൂമിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ചെയ്തു തന്നിട്ടുണ്ട്. ഇത് അനുഭവിക്കത് സ്വായത്തമാക്കേണ്ട, അല്ലെങ്കിൽ ഇതൊരു ജീവിതത്തിൽ ചേർത്ത് പിടിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജെറമിയ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 8-ാം വാക്യം, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരുടെ ജീവിതത്തിൽ എന്തുണ്ടായാലും ഈശോ ഉണ്ടെങ്കിൽ അത് അവൻ്റെ ജീവിതം പച്ചയായിരിക്കും, എന്നും അത് ഫലം പുറപ്പെടുവിക്കുന്നതായിരിക്കും. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 8-ാം വാക്യം, അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു, അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്, വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടിരിക്കും. അതൊക്കെയാണ് ഈ വചനം ജീവിക്കുന്ന ഒരുപാട് ജീവിതങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വേനൽക്കാലത്ത് അവർക്ക്, വരൾച്ചയുടെ കാലത്ത് അതിന് ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ അനുഗ്രഹം കിട്ടിയാൽ മാത്രം, അല്ലെങ്കിൽ എന്തെങ്കിലും ഉയർച്ച ഉണ്ടായാൽ മാത്രം ഏത് സീസണിലും അവർ ഫലം നൽകിക്കൊണ്ടിരിക്കും. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന മക്കളായിരിക്കും. എല്ലാം ഈശോ നന്മയ്ക്കായിട്ട് മാറ്റുന്നത്, കണ്ണും പൊട്ടി കർത്താവിനെ വിശ്വസിക്കുന്ന ചില കുടുംബങ്ങളൊക്കെ ഉണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നാലും കർത്താവ് ആദ്യം ഈശോ, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ജീവിതത്തിൻ്റെ കാര്യങ്ങളുള്ളൂ. അങ്ങനെ കൂട്ടിപ്പിടിക്കുന്ന ഒരു കുടുംബത്തെ ഇന്ന് അവരുടെ ഒരു പ്രത്യേക ഒരു അനുഗ്രഹം കർത്താവ് കൊടുത്ത ദിവസം, അത് ചിന്തിക്കാൻ, അതായത് ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത പ്രവൃത്തി കർത്താവ് ഇന്ന് അവരുടെ ജീവിതത്തിൽ ചെയ്ത ഒരു ദിവസം. സന്തോഷമായിട്ട് ഇന്ന് രാവിലെ അവരെന്നെ വിളിച്ചു പറഞ്ഞു, സിസ്റ്റർ ഈശോയുടെ കൂടെ നിന്നാൽ ഒന്നിനും കുറവുണ്ടാവില്ല. പക്ഷേ അതിൻ്റെ പുറകിൽ ഒരുപാട് സഹനങ്ങളും ഒരുപാട് ജീവിതത്തിൻ്റെ ഒരുപാട് തകർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഒരു കർത്താവിന് വിട്ടിട്ടുള്ളൊരു ജീവിതമില്ലായിരുന്നു. കർത്താവിന് മാത്രമേ സമാധാനം തരാൻ പറ്റുള്ളൂ ബോധ്യം ഉള്ള വീട്ടുകാരായിരുന്നു. വലിയൊരു അത്ഭുതം അവരുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ട് നടത്തി കൊടുത്തിട്ടുണ്ട്. പണ്ടൊരു കഥ കേട്ടിട്ടില്ലേ, നമ്മൾ ഓരോരുത്തരും മുറി നിറയ്ക്കുന്ന കോമ്പറ്റീഷൻ. അപ്പോൾ അതിൽ 2 വ്യക്തികൾ പങ്കെടുത്ത കോമ്പറ്റീഷനിൽ ആദ്യത്തെ ആൾ മുറി നിറയെ ചപ്പും ചവറും ഒക്കെ മുറി നിറച്ചു.
രണ്ടാമത്തെ ആള് മുറി നിറച്ചത് നല്ല ഭംഗിയായിട്ട് മുറി വൃത്തിയാക്കി, എന്നിട്ട് നല്ല ഈ ചന്ദനത്തിരിക്കും കത്തിച്ച് കുന്തിരിക്കൊക്കെ പോച്ച് അങ്ങനെ മുറി നിറച്ചു. അപ്പോൾ ഇത് കോമ്പറ്റീഷൻ ചെക്ക് ചെയ്യാൻ വന്നപ്പോൾ ആദ്യത്തെ ആളുടെ മുറി തുറന്ന വഴി നിറയെ ദുർഗന്ധം, രണ്ടാമത്തെ ആളുടെ മുറി തുറന്ന വഴി നല്ല സുഗന്ധം, നല്ല മനോഹരമായിട്ട് മുറി അറേഞ്ച് ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, നിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ചെറിയ ഒരു ഉദാഹരണം പറയും. ജീവിതത്തിൻ്റെ ചില അവസ്ഥകളാണ്. നിൻ്റെ ജീവിതമാകുന്ന ആ ഇതിൽ ചപ്പും ചവറാണെങ്കിൽ എങ്ങനെ സമാധാനം ഉണ്ടാകും? പക്ഷേ നിൻ്റെ ജീവിതത്തിൽ വിശുദ്ധിയാകുന്ന പരിമളമുണ്ടെങ്കിൽ, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന പരിമളമുണ്ടെങ്കിൽ, സർവ്വ നിൻ്റെ ധാരണകളെയും അതിലംഘിക്കുന്ന സമാധാനം നിൻ്റെ ജീവിതത്തെ ഭരിക്കുമെന്നുള്ളത് സത്യമാണ്. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1:20 സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശ് ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. നമ്മുടെ രാജാവ് സമാധാനം സ്ഥാപിച്ചത് കുരിശ് ചിന്തിയ രക്തമാണ്. വില കൊടുത്താണ് ഈ നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും. ഈശോ കൊടുത്ത വിലയാണ് കുരിശ് ചിന്തിയ രക്തം. ചെറിയ കാര്യങ്ങൾ വരെ കർത്താവ് അതീവ ശ്രദ്ധാലുവ. ഞാനിങ്ങനെ ഈശോയുടെ സ്നേഹാഴത്തിലേക്ക് അറിയുമ്പോഴേ കർത്താവിനെ കൂടാതെ മുന്നോട്ട് പോകുന്നത് ദുഷ്കരമാണെന്ന് നമുക്ക് മനസ്സിലാവും. ഞാൻ ഈ ഒരു സെഷൻ ചാപ്പലിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് ഈശോ പറഞ്ഞ ചാപ്പലിൻ്റെ ജനൽ, ഞങ്ങളുടെ കോൺവെൻറ്റ് ചാപ്പലിൽ, അപ്പോൾ ചാപ്പലിൻ്റെ ജനലെ അടച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇരിക്കുന്ന 4 മണി സമയത്താണ്, ഉച്ച കഴിഞ്ഞ് 4 മണി സമയത്ത്. അപ്പം ഞാൻ വിചാരിച്ചു എന്ത് ഈ ചാപ്പലിൻ്റെ ജനൽ ഇപ്പം അടയ്ക്കാൻ പിന്നെ ഫ്രഷ് എയർ കിടക്കണം. കാരണം ഞങ്ങൾക്ക് 9 മണി വരെ പ്രാർത്ഥനകളുണ്ട് ചാപ്പലിലും. അപ്പോൾ എന്തെങ്കിലും ഒരു സ്വരം വരണേ, ചാപ്പലിൻ്റെ ജനലുകൾ അടയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു എന്താണ് കർത്താവ് ഇങ്ങനെ പറയുന്നത്? അപ്പോൾ എഴുന്നേറ്റ് പതുക്കെ ചാപ്പലിൻ്റെ ജനൽ ഒരു സൈഡിൽ അടച്ചു, മറ്റേ സൈഡിൽ അടയ്ക്കാൻ ഞാൻ പിന്നെ അടയ്ക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു പൂച്ച ആ ചാപ്പലിലേക്ക് കയറി വന്നു, ആ ജനലിൽ കൂടെ ചാപ്പലിലേക്ക് കയറി വന്ന് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവ് എന്താ പറഞ്ഞത്. ചാപ്പലിൻ്റെ മറ്റു വാതിലുകളൊക്കെ അടച്ചിട്ടേക്കുക, ഈ പൂച്ച അവിടെ കയറി വന്ന ആൾക്കാരെയൊക്കെ അവിടെ അസ്വസ്ഥതകൾ ഉണ്ടാക്കും. ഞാൻ നോക്കിയ ചെറിയ കാര്യങ്ങൾ വരെ കർത്താവ് അതീവ ശ്രദ്ധാലുവാണ്. അതുകൊണ്ട് വചനം എങ്ങനെ പറയുന്നത്? നമുക്ക് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:6-7 ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. നിനക്ക് സമാധാനം വേണോ? നീ ആകുലത വേണ്ട. നീ ചെയ്യേണ്ട കാര്യമുള്ളൂ പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളുടെയും നിങ്ങളുടെ നമ്മുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ. ഇന്ന് രാവിലെ എൻ്റെ ജീവിതത്തിൽ ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് ഞാനിങ്ങനെ ഈശോട് പറഞ്ഞു, കർത്താവ് നടക്കുന്ന വഴിയിൽ കർത്താവ് ഡിസിഷൻ എടുക്കണം കേട്ടോ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. പെട്ടെന്ന് ഒരു സ്വരം തരാണ്, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൽ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് കർത്താവ് നിന്നെ ഉയർത്തിക്കൊള്ളും, നിൻ്റെ കാര്യത്തിൽ അതീവ ശ്രദ്ധാലുവ, ഉത്കണ്ഠ വേണ്ട. കൃത്യ സ്വരം കേട്ട വഴി മനസ്സിനെ അസ്വസ്ഥപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഈശോ എടുത്ത് മാറ്റി. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ രാജാവ് സമാധാന രാജാവാണ്. സ്വന്തം ചോര ഊറ്റിത്തന്ന മറ്റൊരു രാജാവില്ല, യേശു ക്രിസ്തു മാത്രം. അവന് മാത്രമേ സമഗ്രമായ മോചനം, പരിപൂർണ മോചനം, ശരീരത്തിൻ്റെ, മനസ്സിൻ്റെ, ആത്മാവിൻ്റെ മോചനം തരാൻ കഴിവുള്ള ഒരേ ഒരു ദൈവം യേശു ക്രിസ്തു. കർത്താവിൽ ആശ്രയിക്കാം. കർത്താവ് നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെയും സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ. ആമേൻ.